ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രേവതി കാറിൻ്റെ സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട്, രേവതിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പം അതെന്ത് കാര്യമാണ് ചോദിക്കുന്നത്, സച്ചേട്ടന് ഇഷ്ടമാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അങ്ങനെയെങ്കിൽ സച്ചിനെ ഞാൻ വിളിക്കട്ടെ, പ്രിയപ്പെട്ട ഭാര്യ ആഗ്രഹിച്ച കാറ് നേടിയെടുത്തു എന്ന്. അത് വേണ്ട, പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാവട്ടെ, അതിന് ശേഷം മതി എന്നിങ്ങനെ രേവതി പറയുകയാണ്. അവൻ അങ്ങനെ ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ടായിരുന്നോ, നീ ആ കാശ് കൊണ്ട് നിനക്ക് വല്ല ആഭരണങ്ങൾ മേടിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമോ, അങ്ങനെയൊക്കെ ആയിരിക്കും സച്ചേട്ടൻ പറയുക എന്നിങ്ങനെ രേവതി പറയുകയാണേ. അത് ദുരഭിമാനം കൊണ്ടൊന്നുമല്ല, സ്വന്തം ആഗ്രഹത്തിനെ കഴിഞ്ഞും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും സജ്ജേട്ടന് അറിയുള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ രേവതി നമ്മുടെ മഹേഷിൻ്റെ അടുത്ത് പറയുകയാണേ. എന്താണെങ്കിലും നമ്മുടെ രേവതി മിടിക്കുകയാണ് കേട്ടോ. സർപ്രൈസ് ആക്കാനാണ് പരിപാടി. ഞാൻ പറയുന്ന പോലെ ഒന്ന് മഹേഷ് ഏട്ടൻ ചെയ്യുമോ? പെങ്ങൾ പറ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുവേ. സച്ചിയേട്ടൻ ഇങ്ങോട്ടൊന്ന് വിളിക്കുമോ? എന്നിട്ട് പറയണം, വണ്ടി മേടിക്കാനൊന്നും പറയണ്ട, ഇവിടെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് കാർ ഓടിച്ച് നോക്കാനാണ് എന്ന് പറയണം, അത്രയേ ഉള്ളൂ എന്ന് പറയുവേ. സച്ചേട്ടൻ ഈ വണ്ടി ഓടിക്കുന്ന കാണാനൊരു കൊതി, ഇനിയും കാത്തിരിക്കാൻ വയ്യ, പെട്ടെന്ന് വിളിക്കുക എന്നിങ്ങനെ നമ്മുടെ രേവതി പറയുകയാണേ. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നിൽ ഈ ടാക്സി ഡ്രൈവർ വഴങ്ങി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി തൊഴുന്നൊക്കെ ഉണ്ട്. പെങ്ങളിപ്പോൾ കണ്ടോ, കെട്ടിയവൻ സ്വന്തം വണ്ടിയാണെന്നറിയാതെ സ്വന്തം വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ ഫോണെടുത്ത് വിളിക്കുകയാണേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുധിയ കേട്ടോ. അമ്മേ ഓടിവാ, അച്ഛാ ഓടിവാ, എല്ലാവരും സച്ചി ഓടിവാ, വർഷയില്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താടാ വന്നിരിക്കുക, എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇരുത്തുവാണ്, അച്ഛനെ വിളിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. നീ എന്താണ് കാര്യം പറയടാന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിനിടയ്ക്ക് സച്ചി നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്താ കാനഡയ്ക്ക് ജോലിക്ക് വിസ കിട്ടിയതുപോലെ ഇപ്പോൾ അമേരിക്കയ്ക്കും കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. എന്താ കാര്യം എന്താണെന്ന് പറയടാന്ന് പറയുമ്പോഴത്തേക്കിനും, അച്ഛാ നമ്മുടെ ശ്രുതി നമ്മുടെ ഇത് ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തിരിക്കുകയാണ്. വളരെ വലിയൊരു ഫ്രാഞ്ചൈസിയുമായിട്ടാണ് നമ്മുടെ കമ്പനി ഇപ്പം നടന്ന് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ചോദിക്കും, സച്ചിയേട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർലറിൻ്റെ പേര് മാറി കാണുമല്ലോ? അതെ അച്ഛാ, അത് തന്നെ മാറി, ഇപ്പം നമ്മുടെ കമ്പനിയുടെ പേര് വലിയ ബ്രാൻഡിൻ്റെ പേരാണ്, ഗ്രീൻ ബ്രാൻഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് എന്നൊക്കെ പറയുകയാണേ. അപ്പോഴത്തേക്കിനും ഈ പറഞ്ഞെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയും വന്ന് നിൽക്കുവാണേ. എല്ലാം പറഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശ്രുതി അങ്ങനെ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതി അമ്മ അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിനെ നോക്കുവാണേ. ശ്രുതി വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ വിളിച്ച് വരുത്തുവേ. അപ്പോഴത്തേക്കിനും ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മ ചോദിക്കുവാണേ, ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയെന്നറിഞ്ഞല്ലോ, ശരിയാണോ ചോദിക്കുവേ. അതേ ആൻറ്റി എന്നിങ്ങനെ പറയുവേ. അമ്മേ, ഞാനത് അമ്മയോട് പറയാനിരിക്കുമായിരുന്നു, അതിന് മുന്നേ ശ്രുതി പറഞ്ഞു എന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കും ഇങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്തോട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ്, അമ്മ നല്ല കാര്യമാണ്, ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ പറയുകയാണേ. എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എപ്പോഴാണ് നടന്നത് എന്നിങ്ങനെ സച്ചി ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇത് കുറച്ച് നാളായി എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് വരും നമ്മുടെ പാർലറിലേക്ക്, അതൊക്കെ നല്ല കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോൾ ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരല്ല അല്ലേ എന്നൊക്കെ കൈയൊക്കെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ഒരു കളിയാക്കലോട് കൂടിയിട്ട് നമ്മളങ്ങനെ സജ്ജി ചോദിക്കുവാണേ. അതുകൊണ്ട് ഒരു പുറകെ തന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ളത് അവിടെ നിന്ന് തൂക്കി എറിഞ്ഞു അല്ലേ എന്നൊക്കെ ഇങ്ങനെ മേലോട്ട് കൈയൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ട് നമ്മുടെ സജ്ജി ചോദിക്കുവാണേ. കളഞ്ഞിട്ടൊന്നുമില്ല, അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അച്ഛാ, ഇപ്പം അമ്മയുടെ പേര് രേവതിയുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാത്തതുകൊണ്ട് ആ പേര് എപ്പോഴും അവിടെ കാണും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇങ്ങനെ നല്ല ദേഷ്യം വരിക കേട്ടോ. ആൻറ്റിയുടെ പേര് മാറ്റാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പിന്നെ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോഴത്തേക്കിനും പേര് മാറ്റിയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണേ. വേറെ ബ്രാഞ്ച് ഇടുമ്പോൾ ആൻറ്റിയുടെ പേര് തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ്. അച്ഛൻ ഇങ്ങനെ ഒരുമാതിരി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും, അതിനെല്ലാം ആൻറ്റിയുടെ പേരെ ഇടുക എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അമ്മ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുകയാണ്, എനിക്കറിയാം ശ്രുതി, നീ ഒന്നും കാണാതെ ഇങ്ങനൊന്നും ചെയ്യത്തില്ല, എനിക്ക് നന്നായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനി നീ പുതിയതൊക്കെ വളരും, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ പറയുകയാണേ.
അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വലിയ ബ്രാൻഡുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്താണെങ്കിലും നല്ലതാണെന്നൊക്കെ പറയുവാണേ. ആൻറ്റി ഞാനത് ആദ്യം ഒന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിന് എനിക്കൊരു കുഴപ്പമില്ല. എന്താണെങ്കിലും എൻ്റെ പേര് ആദ്യമായിട്ട് നീയല്ലേ ഇട്ടത് എന്നൊക്കെ പറയുവാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ ചന്ദ്രമതി അമ്മ. വിട്ടുകൊടുക്കുന്നില്ലേ. മറ്റു ചിലരൊക്കെ എൻ്റെ പേരിട്ടത് അപമാനിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയോട് പിന്നെയും ചന്ദ്രമതി അമ്മ പറയുകയാണ്, മറ്റുള്ളവർക്കൊക്കെ നല്ല കാശൊക്കെ കിട്ടാനല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊരു നല്ല കാര്യമല്ലേ, നിനക്ക് കൂടുതൽ കാശ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. എന്നിട്ട് ചന്ദ്രമതിയമ്മ പറഞ്ഞു വിടുന്നുണ്ട്, ചെല്ല് നീ ചെന്ന് ഫ്രഷ് ആവുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ സച്ചിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഒന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിനെ. എന്നിട്ട് ചന്ദ്രമതിയമ്മ ഒരു വളിച്ച ചിരിയോടുകൂടി ചിരിച്ചിട്ട് നിന്നെ ഞാൻ കാണിച്ച് തരാടി എന്നുള്ള രീതിയിൽ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ശ്രുതി കാണുന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെ പറയുകയാണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനൊന്നും അല്ല, പേര് മാറ്റി എന്നറിയുമ്പോഴത്തേക്കിനും വലിയ പൊടുത്തറി ഇവിടെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിനക്കറിയത്തില്ല അമ്മയുടെ സ്വഭാവം. ഇപ്പം ഏട്ടത്തിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും മനസ്സിൽ എന്നൊക്കെ പറയുകയാണേ. അച്ഛാ ഇത് അച്ഛൻ്റെ കാര്യം കൊണ്ടാ, അന്ന് പേര് മാറ്റിയ കാര്യം പറഞ്ഞതായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയേനെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി വന്ന് അച്ഛൻ്റെ അടുത്ത് ചേർന്നിരുന്നിട്ട് പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനത് പറയാതിരുന്നത്. ഇപ്പം നോക്ക് സുധേടത്തി എല്ലാം കാര്യങ്ങൾ നാക്കായിട്ട് നീക്കിയത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അതുകൊണ്ട് എന്താ ഒരു പൊട്ടിത്തെറി ഒഴിവായില്ലെന്ന് ഇങ്ങനെ അച്ഛൻ പറയാം. അപ്പം നമ്മുടെ സച്ചി പറയാണ്, അകത്ത് പൊട്ടിത്തെറി ഉണ്ടാവുമോ എന്നിങ്ങനെ മേലോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയുക കേട്ടോ. അച്ഛാ ഒന്ന് ശ്രദ്ധിച്ചേ, നിലവിളി ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ, ഒന്ന് കാതുറപ്പിച്ചേന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി അച്ഛൻ്റെ അടുത്ത് പറയാം കേട്ടോ. അപ്പോഴത്തേക്കിനെ അച്ഛനിങ്ങനെ ഇവൻ്റെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം കൊണ്ടൊക്കെ കേൾക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ചന്ദ്രമതിയമ്മ റൂമിൽ കയറിയിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്, അമ്മേ ഞാൻ അത് നിങ്ങളോടൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൈ കൊണ്ടെടുത്ത് കാണിച്ചിട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ ആംഗ്യം കാണിച്ചിട്ട് വാതിലടക്കി എന്ന് പറയുകയാണ്. ആൻറ്റിക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതെ വിഷമമുണ്ട്. അത് കണ്ടിട്ട് നീ എന്താ പല്ലുകായിട്ട് ചിരിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിനെ എല്ലാം എന്തൊക്കെ പറയാൻ പറ്റുമോ ഒക്കെ പറയുകയാണ്. എന്താ നീ മനസ്സിൽ കരുതിയിരിക്കുന്നത്, ആരോട് ചോദിച്ചിട്ടാണ് നീ പാർലറിനിട്ട എൻ്റെ പേര് മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. എന്ത് കാര്യമാണെങ്കിലും നീ ആ പേര് മാറ്റുന്നതിന് മുന്നേ നീ എന്നോട് ചോദിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ എങ്ങനെയാ പാർലർ മേടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അതിനു മുമ്പ് നീ വീടുകൾ തോറും കയറി നടന്ന് മസാജ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ആ പാർലറിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് പൈസ തന്നത്. എനിക്കൊരു സൂചന പോലും തരാതെ നീ അത് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ അലറി വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അമ്മ. അത് ആൻറ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റി. എന്ത് ഓപ്പർച്യൂണിറ്റി? എന്നെ അറിയിക്കാതെ നീ അത് ചെയ്തു. അതെ, എൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് മേടിച്ച എൻ്റെ പാർലർ അത് നീ മുടി വെട്ടി കളയുന്ന പോലെ എൻ്റെ പേര് വെട്ടി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. നമ്മുടെ ശ്രുതി നിന്ന് ഉരുകുവാണ് കേട്ടോ. ആൻറ്റി എന്തിനാണ് അതിനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ആൻറ്റിക്ക് തന്നല്ലോ, ആ കാശ് കൊണ്ടല്ലേ ആധാരം തിരികെ എടുത്ത് തന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തിരിച്ച് പറഞ്ഞു ഒട്ടും ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി, നിർത്തടി അവിടെ, നീ എന്തായി പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ മെക്കിട്ട് കയറുകയാണ്. വേണ്ട മോളെ, എപ്പോഴും ചിരിച്ച് കളിക്കുന്നതുകൊണ്ട് നീ എന്ത് ചെയ്തെന്നാലും മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഈ ചന്ദ്രമതി എല്ലാ നേരത്തും ഒരുപോലെയല്ല എന്നൊക്കെ പറയുകയാണേ. നിൻ്റെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്ന് കരുതി നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് കരുതിയോടി നീ? കരുതിയോ നീ? ഒന്നിനും വെറുതെ വീടില്ല ഞാൻ എന്നൊക്കെ പറയണേ. പൈസ തന്നു പോലും, പൈസ ആധാരം പണയപ്പെടുത്തിയിട്ട് ഞാൻ കാശ് തന്നതുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ പലിശക്കാരൻ്റെയൊക്കെ മുന്നിൽ അപമാനിക്കപ്പെട്ടത് നീ മറന്നോ എന്നൊക്കെ ചോദിക്കുവാണേ. ഞാനൊന്നും മറന്നിട്ടില്ല ആൻറ്റി, ഞാനിപ്പോൾ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നിങ്ങനെ എടുത്ത് പറയും. വായെടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴത്തേക്കും ഡി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി കൈവെക്കുവാണേ. ഡേ നീ മിണ്ടരുത്. എൻ്റെ പേര് മാറ്റി നിന്ന് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് നീ അത് പറഞ്ഞത്, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത്രയ്ക്ക് സിമ്പിളാണോ ഡി എന്നൊക്കെ ചോദിക്കുവാണേ. അത്രയ്ക്ക് അഹങ്കാരം ആയോടി എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് അഹങ്കാരം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് തള്ളുവാണ്. എന്നിട്ട് ശ്രുതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തള്ളുന്നുണ്ട് കേട്ടോ. ഇന്ന് വരെ നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിന്നെ കാണാൻ വന്നിട്ടില്ല, വേറെ വല്ല അമ്മായിമ്മമാരും ആണെങ്കിൽ 1000 ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ദേഹം വിട്ട് കുലുക്കുവാണ് ദേഷ്യം കൊണ്ട്. ഞാൻ നിന്നെ ഒരു മകളെ പോലെ കരുതി സ്നേഹിച്ച് കൂടെ നിർത്തുമ്പോൾ നീ തോന്നിയാസം കാണിക്കുന്നോ? നിൻ്റെ ഇഷ്ടത്തിന് നീ തീരുമാനം എടുത്തോ, എന്നോട് ചോദിക്കണോ വേണ്ടയോ എന്നിങ്ങനെ പറയുകയാണേ.
ചോദിക്കണമായിരുന്നു ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നിങ്ങനെ ചോദിക്കുകയാണേ. നീ വലിയ വീട്ടിലെ മരുമകളൊക്കെ ആയിരിക്കും, പക്ഷേ ചന്ദ്രമതി അമ്മയുടെ ഈ വീട്ടിലെ മരുമകളാണ് നീ, ചന്ദ്രമതിയുടെ മരുമകളാണ് നീ എന്നൊക്കെ പറയുകയാണേ. അത് നിൻ്റെ മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ശ്രുതി തലയാട്ടുവാണേ. നീ ആ പേര് മാറ്റിയതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ അപമാനിക്കപ്പെട്ടു, എല്ലാവർക്കും മുന്നിലും കളിയാക്കപ്പെട്ടവളാക്കിയില്ലേ നീ എന്നെ എന്നൊക്കെ ചോദിക്കുവാണേ. ആൻറ്റി ഞാനിത് സർപ്രൈസായിട്ട് പറയാനിരുന്നതെന്ന് പറയുവേ. ഇത് സർപ്രൈസ് അല്ല, നീ എനിക്ക് ഷോക്ക് തരികയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നതെങ്കിൽ ഈ തരത്തിലല്ല ഞാൻ പെരുമാറുന്നത്. ചന്ദ്രൻ നിനക്ക് അറിയത്തില്ല മോളെ എന്നൊക്കെ പറയുവാണേ. ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മരുമകളാണ്, ശ്രുതിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ വിട്ടുകൊടുക്കാതിരുന്നത്. എന്നിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും ശ്രുതി പുറകെ ചെന്നിട്ട് പറയണം, ആൻറ്റി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല ആൻറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങാണ്, ഇനി ഞാനറിയാതെ നീ എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു ചെറിയ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി മുഴുവൻ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്ന് പറയുകയാണേ. പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പുറകെ നിന്നിങ്ങനെ ആലോചിക്കുവാണേ, ഈ മഹേഷ് ഏട്ടൻ എന്താ സച്ചേട്ടനെ വിളിക്കാത്തതെങ്ങ് ആലോചിക്കുന്നുണ്ടേ. അന്നേരത്തേക്കിനും ബെല്ലടിക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് സമാധാനമാകുന്നു കേട്ടോ. പറ മേഡം മഹേഷ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുക. ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് പറയേ. എടാ നീ ആ പഴയ യൂസ്ഡ് ആ ഷോറൂമിലോട്ട് ഒന്ന് വരണം. എന്താടാ കാര്യം? എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നൊന്ന് ഓടിച്ച് നോക്കാനാണ്, നീ ഒന്ന് വരുമോ എന്ന് ചോദിക്കുവേ. സാധനമൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. എടാ നീ അത് നോക്കിയിട്ടങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി. അപ്പോൾ രേവതി ഒന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ എത്ര കാലമായിട്ട് കാർ ഓടിക്കുന്നു, എന്നിട്ട് നിനക്ക് ഇതൊന്നും നോക്കാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ. വീണ്ടും മഹേഷ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെല്ലാനായിട്ട്. അതൊക്കെ ശരി, ഏത് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നീ കാറ് മേടിച്ചതെന്നൊക്കെ ചോദിക്കുക. അന്നേരത്തേക്കിന് നമ്മുടെ മഹേഷിൻ്റെ കൈയൊന്നും ഇങ്ങനെ താഴോട്ട് പോവേ. ദൈവമേ പേരിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് സുഗുണൻ എന്ന് പറയേ. അപ്പം നമ്മുടെ രേവതി തലയ്ക്ക് കൈ അടിച്ചിട്ട് പറയാൻ പറ്റിയൊരു പേരെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലല്ലോ എൻ്റെ അറിവിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ല അത് ഗൾഫിലായിരുന്നു, ഇപ്പം ഇങ്ങനെ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി എന്നിങ്ങനെ വിളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിന് രേവതി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിങ്ങനെ പറയേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയുവേ. മഹേഷ് ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. സച്ചി പോയി കഴിയുമ്പോഴത്തേക്കിനും പോയാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം വരികയാണേ. ഡാ സച്ചി, ഈ വണ്ടിയാണ് എൻ്റെ കൂട്ടുകാരൻ വാങ്ങാൻ പോകുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ സങ്കടത്തോടു കൂടി വരികയാണേ. ഈ വണ്ടിയോ? എടാ അന്ന് നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് വന്ന് നോക്കിയത് വണ്ടിയല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും രേവതി പുറകെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി നോക്കാനൊന്നുമില്ല, ഇത് നല്ല വണ്ടിയാണ്, ഇത് വാങ്ങാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ടേ. കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ടല്ലേ നമ്മളന്ന് വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എടാ സച്ചി, കയ്യിൽ കാശില്ലെങ്കിലും നമ്മൾ ഈ കാർ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ മഹേഷിനെ നോക്കുവാണേ. അതിന് നീ സങ്കടപ്പെടാനൊന്നും ഇല്ല, അത് നിൻ്റെ കയ്യിൽ തന്നെ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അല്ല അത് നീ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ സച്ചി ആകാംക്ഷയോട് ചോദിക്കുവാണ്. രേവതി ഈ പറയുന്നതെല്ലാം പുറകെ നിന്ന് കേട്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറിനിങ്ങനെ തല കുമ്പിട്ട് വെക്കുവാണേ. മൊത്തം നശിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്